ഇന്ത്യ ഒരു കാര്യം civilization. ചോദിച്ചോട്ടെ ഇപ്പൊ ഈ വേടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇവിടെ ഉണ്ട്. Yes. വേടന്റെ നിലപാടുകളും വേടൻ ഈ ജാതിയെ കുറിച്ച് ഇങ്ങനെ പാട്ടുപാടി നടക്കുന്നതിനോട് നിങ്ങളുടെ അത് മീൻസ് അയാളുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാല് ഒരു കാര്യം പറയാ, ജാതീനം നിലനിർത്തുന്നത് കാസ്റ്റ് കോൺഷ്യസ്നെസ് ആണ്. ഓക്കെ. ഇതിന്റെ ട്രാൻസ്മിഷന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുന്നത് തടയുന്നതിലൂടെയാണ് നമുക്ക് ഇതിലൊരു രക്ഷയില്ലു. കേരളത്ത് അത്യാവശ്യം ലെവലിലെത്തി, അതായത് നമ്മളൊരു നല്ല രീതിയിലുള്ള ഒരു പുരോഗമനം ഇതിലെത്തിയിട്ടുണ്ട്. അതായത് കറന്റ് ജനറേഷൻ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാനടക്കം എനിക്ക് കുറെ നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവര് ദലിത്സ് ആണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. നല്ല രീതിയിൽ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തു, നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കും. കുറച്ച് പൊളിറ്റിക്കലി ഞാൻ ഇന്റലക്ച്വൽ വാക്ക് പോകുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത്. അതായത് ഇപ്പോഴത്തെ ഓൾഡ് ജനറേഷന് ജാതിയെ കുറിച്ച് അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതായത് എപ്പോഴെങ്കിലും ഒരിക്കൽ ലൈഫിൽ വരും, വൺസ് എ ഇയറോ ഇങ്ങനെ. ഇപ്പോഴത്തെ കാലം അതുകൊണ്ട് ജാതി കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇതിലില്ല, ഇപ്പോഴത്തെ ജനറേഷനിൽ. അത് ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട് ഇപ്പൊ വേടനെ പോലെയുള്ള ആൾക്കാർ. ഇത് പറഞ്ഞ് നിന്റെ അപ്പന്റെ അപ്പന്റെ അപ്പൻ ഇങ്ങനെ ചെയ്തിന് അങ്ങനെ ചെയ്തിന്. ഒരു മിനിറ്റ്, ഒരു കയ്യടി ഇട്ടോട്ടെ പ്ലീസ്, വേറെ വഴിയില്ല. അതാണ് ഈ മ്യൂസിക് തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. ഓറായ അപ്പൊ ഈ ഹേറ്റ്രഡ് കാരണം കാസ്റ്റ് കോൺഷ്യസ്നെസിന്റെ ട്രാൻസ്മിഷൻ നല്ല രീതിയിൽ കൂടും. ഇത് കണ്ടിന്യൂ ചെയ്യും. ഒറ്റ കാര്യം ഇപ്പൊ ഈ പറഞ്ഞ വിഷയം ഇവിടെ നമ്മളിത് പറയുമ്പോ ഇപ്പൊ വൈഷ്ണവിന്റെ ജാതിയൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഓക്കെ, ഏതായാലും നമ്മൾ അതിനെക്കുറിച്ച് വർത്തമാനം പറയുന്ന കാര്യമില്ല എന്നുള്ളതാണ് നമ്മളിപ്പോഴും പറയുന്നത്. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ചില സ്ഥലത്ത് ഓക്കെ വേണമെന്നുണ്ട്, പക്ഷെ ഇവിടെ ആവശ്യമില്ല. അതായത് ഇത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ പോകാൻ വിടണം. നല്ല എക്സ്ട്രീം ആയിട്ടുണ്ടാവാണ് ഇങ്ങനത്തെ വയലന്റ് എന്ന് വെച്ചാൽ നല്ല നാരായണ ഗുരുവിനെ പോലെ ഒരു റിഫോർമേഷൻ വേണ്ടത്. അവര് ചെയ്യേണ്ട ഡ്യൂട്ടി അവര് ചെയ്ത അതേ ഡ്യൂട്ടി ഇപ്പൊ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കേണ്ട കുറച്ചെങ്കിലും ബോധം ഇവർ വേണം. അതുകൊണ്ട് എന്റെ സജഷൻ എന്താന്ന് വെച്ചാൽ അംബേദ്കറിനെ വായിക്കാം പോയി ആദ്യം, പിന്നെ അംബേദ്കറിന്റെ പേരെടുക്കാം. ആദ്യം ദളിത് ആക്ടിവിസ്റ്റുകൾ അംബേദ്കറിനെ വായിക്കണം. അതെ, ഇതെന്തുമില്ല, ഇവർക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് ഇതിനെ കുത്തി വെക്കുന്നതാണ്, അത്രേ ഉള്ളൂ. അതായത് വേടന് ഇവിടെ റെലവന്റ് ആകണമെങ്കിൽ ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കണം. അതെ, ദാറ്റ്സ് ഇറ്റ്.